മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമയെക്കുറിച്ചാണ്. ഈ ചുമ ഇതൊരു സാധാരണ ചുമയാണോ അല്ലെങ്കിൽ അപകടകരമാണോ? ഇതെങ്ങനെ തിരിച്ചറിയാം? പലരും ഈ ചുമയെ ഒരു ചെറിയ പ്രശ്നമായി കാണും, എന്നിട്ട് കുറേ അങ്ങനെ കാത്തിരിക്കും, അവഗണിക്കും, എന്നിട്ട് കുറേ ചെറിയ മരുന്നുകളൊക്കെ സ്വയം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പലരും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന കാണാം. പല ചുമക്കും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ചില ചുമകൾ അപകടകരമായ ഒരുപാട് രോഗങ്ങളുടെ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാധാരണ ചുമ എങ്ങനെയാണ്, അപകടകരമായ ചുമ നൽകുന്ന അപകടകരമായിട്ടുള്ള സൂചനകൾ നൽകുന്ന ചുമ എന്തൊക്കെ ലക്ഷണങ്ങളെ കാണിക്കുക, കാത്തിരിപ്പ് അപകടമാകുന്നത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്താണ് ചുമ? നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണ പ്രതികരണമാണ് ഈ ചുമ എന്ന് പറഞ്ഞാൽ. ശ്വാസനാളത്തിലുള്ള കഫം, പൊടി, ചില ഇറിറ്റൻസുകൾ, അസ്വസ്ഥതകൾ എന്നിവയെ പുറത്താക്കാനാണ് ഈ ചുമ സംഭവിക്കുന്നത്. കോമൺ ആയിട്ട് പലപ്പോഴും ഈ ചുമ സംഭവിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണ്? സാധാരണ ജലദോഷപ്പനി, വൈറസ് അണുബാധ, ചെറിയ ചെറിയ തൊണ്ടയിലുണ്ടാവുന്ന ചൊറിച്ചലുകൾ, ഇത്തരം ചുമകൾ സാധാരണ 3-5 ദിവസത്തിനുള്ളിൽ കുറഞ്ഞു പോകും. ഈ സാധാരണ രീതിയിൽ സുഖപ്പെട്ടു പോവാത്ത ചുമകൾ പലപ്പോഴും ചില അപകട സൂചനകളാണ് നൽകുന്നത്. അപകടകരമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ ചുമ 3 ദിവസത്തിലകം നീണ്ടു നിൽക്കുകയാണ്. ദിവസം കഴിയുന്തോറും ചുമ ഇങ്ങനെ വഷളായി വരികയാണ്. ഉറക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ചുമമാണ്. ചുമയോടൊപ്പം ശക്തമായിട്ടുള്ള ക്ഷീണം, ശ്വാസം മുട്ടൽ എന്നിവ അനുഭവപ്പെടുന്ന സാഹചര്യം. അപ്പം നമുക്ക് ചുമയുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ഈ ലക്ഷണങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉടൻ പോയി ഡോക്ടറെ കാണണം. ഒന്ന്, കഫത്തിൽ രക്തമുണ്ട്, നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്, പനി, ശക്തമായിട്ടുള്ള പനി, വിശ്രമത്തിലിരിക്കുമ്പോഴും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, ഭാരം കുറഞ്ഞു വരിക, രാത്രി വിയർപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ചെന്ന് കാണണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? കാരണം ഇവ സൂചിപ്പിക്കുന്ന ചില രോഗങ്ങളുണ്ട്. ഒന്ന്, ന്യൂമോണിയ, ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ്, ഗുരുതരമായ ആസ്ത്മ, COPD, വഷളായി പോവുക തുടങ്ങിയ രോഗങ്ങൾ കൊണ്ടാവാനാണ് സാധ്യത. ചുമയെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുമ അലർജി മൂലം മാത്രമാണ് വരുന്നത്. ചുമ സ്വയം മാറിപ്പോവും, എന്തെങ്കിലും കഫ് സിറപ്പ് കുഴച്ചാൽ മാറും. തീർച്ചയായിട്ടും നമ്മൾ ചുമയെ അവഗണിക്കരുത്. പലപ്പോഴും ചിലപ്പോഴെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ കൊണ്ടും ഇത്തരം ചുമകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്.